K20 സ്വാഗതം. നമ്മൾ തെരഞ്ഞെടുത്ത് വിട്ട എംപിമാർ ഈ 5 വർഷം എന്ത് ചെയ്തുവെന്ന് അറിയേണ്ട ബാധ്യത നമുക്കില്ലേ? അവർ നമ്മുടെ പ്രതീക്ഷയ്ക്കൊത്ത് ഉയർന്നോ ഇല്ലയോ? K20 വിശദമായി പരിശോധിക്കുകയാണ്. അവർക്കും അവരുടെ വിമർശകർക്കും പറയാനുള്ളത് കേൾക്കുകയുമാവാം. ഇന്ന് പാലക്കാടാണ്. 96 മുതൽ ഇടതിൻ്റെ ഉറച്ച കോട്ടയായിരുന്നു പാലക്കാട്. എന്നാൽ കഴിഞ്ഞ തവണ വൻ അട്ടിമറിയിലൂടെ വി കെ ശ്രീകണ്ഠൻ UDF-നായി കോട്ട പിടിച്ചെടുത്തു. മണ്ഡലവും തെരഞ്ഞെടുപ്പ് ചരിത്രവും പരിചയപ്പെടാം. കരിമ്പനകൾ തിങ്ങി നിൽക്കുമ്പോഴും കേരളത്തിലെ മറ്റ് ജില്ലകളേക്കാൾ വേനൽ ചൂടാണ് പാലക്കാട്. അതിനേക്കാൾ തെരഞ്ഞെടുപ്പ് ചൂടുള്ള പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് ചരിത്രം പരിശോധിച്ചാൽ കൂടുതൽ തവണയും ഇടതുപക്ഷത്തിന് അനുകൂലമായിട്ടാണ് മണ്ഡലം വിധി എഴുതിയിട്ടുള്ളത് എന്ന് കാണാം. 1957 PK കുഞ്ഞനിലൂടെ തുടങ്ങി 67 EK നായനാർ, 71 AKG എന്നിവർ മണ്ഡലത്തിൽ നിന്ന് ഡൽഹിക്ക് കയറിയിട്ടുണ്ട്. 77-ലും 80-ലും 84-ലും LDF-നെതിരെ പാർലമെന്റ് മണ്ഡലം പാലക്കാട് ലോക്സഭാ മണ്ഡലം വിധി എഴുതി. 91-ൽ VS വിജയരാഘവനിലൂടെ ജയം നേടിയ ശേഷം പിന്നീട് 2019-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ VK ശ്രീകണ്ഠനാണ് UDF-നായി ജയം നേടിയത്. അതിൻ്റെ കണക്കിലേക്കും കഥകളിലേക്കും വരാം. ഇനി നമ്മൾ ആദ്യം നോക്കാൻ പോകുന്നത് ഏതൊക്കെ നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിൽ എന്നുള്ളതാണ്. ഗ്രാഫിക്സിൽ നമുക്ക് കാണാം. പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മണ്ണാർക്കാട്, മലമ്പുഴ, പാലക്കാട്, ഇങ്ങനെ 7 നിയമസഭാ മണ്ഡലങ്ങളാണ് പാലക്കാട് ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. 2019-ലെ വോട്ടർമാരുടെ കണക്കും നമുക്ക് കാണാം. ആകെ 12 ലക്ഷത്തി, ഇപ്പോൾ ഗ്രാഫിക്സിൽ ആ കണക്ക് കൂടി നമുക്ക് ഇപ്പോൾ വരും. നോക്കൂ, 12,87,902 വോട്ടർമാർ ആകെ, 6,27,854 പുരുഷ വോട്ടർമാർ, 6,60,047 സ്ത്രീ വോട്ടർമാർ, ഒരു ട്രാൻസ്ജെൻഡർ വോട്ടർ. അതാണ് കണക്ക്, ഒരു ട്രാൻസ്ജെൻഡർ വോട്ടർ. അങ്ങനെ 12,87,902 വോട്ടർമാരാണ് ആകെയുള്ളത്. ഇനി എങ്ങനെയാണ് അവിടുത്തെ ഒരു തെരഞ്ഞെടുപ്പ് ചരിത്രം, കഴിഞ്ഞ 2 തവണത്തെ തെരഞ്ഞെടുപ്പ് ചരിത്രം നമ്മൾ വളരെ പെട്ടെന്നൊന്ന് നോക്കാൻ പോവുകയാണ്. 2014-ലെ കണക്ക് എങ്ങനെയാണ് എന്ന് നോക്കാൻ പോവുകയാണ്. 2014-ൽ 75.33% പേർ വോട്ട് ചെയ്ത ആ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, നമുക്കിപ്പോൾ കാണാം, ആ സ്ക്രീനിൽ കാണാം, അവിടെ 1,05,300 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് MP രാജേഷ് LDF സ്ഥാനാർത്ഥി അദ്ദേഹം ജയിച്ചു കയറി. അദ്ദേഹത്തിന് 4,12,897 വോട്ടാണ് അദ്ദേഹത്തിന് ലഭിച്ചത്. MP വീരേന്ദ്രകുമാർ അന്ന് UDF സ്ഥാനാർത്ഥി, അദ്ദേഹം 3,07,597 വോട്ട്, 597 വോട്ട്. ശോഭാ സുരേന്ദ്രൻ NDA സ്ഥാനാർത്ഥി 1,36,587 വോട്ട് എന്ന് പറയുന്ന ഒരു സംഖ്യയിലേക്ക് ശോഭാ സുരേന്ദ്രനും അവിടെ വോട്ട് നേടിയിട്ടുണ്ട്. എന്തായാലും ഒരു നല്ല മത്സരം അവിടെ നടന്നു. BJPയും 1 ലക്ഷത്തിലധികം വോട്ട് അവിടെ പിടിച്ചു. MP വീരേന്ദ്രകുമാർ അവിടെ പരാജയപ്പെട്ടു എന്നുള്ളതാണ്. എന്തായാലും 1 ലക്ഷത്തിൽ പരം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലാണ് അന്ന് MP രാജേഷ് ജയിച്ചു കയറിയത്. പക്ഷേ 2019-ലെത്തുമ്പോൾ സ്ഥിതി ആകെ മാറി മറിയുന്നതാണ് കണ്ടത്. 30 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം പാലക്കാട് എന്ത് സംഭവിച്ചു എന്നുള്ളത് നോക്കുകയാണ്. 2019-ൽ 77.77% പേർ വോട്ട് ചെയ്ത ആ തെരഞ്ഞെടുപ്പിൽ നോക്കൂ, VK ശ്രീകണ്ഠൻ 11,637 വോട്ടുകൾക്ക് അന്ന് UDF കോട്ടയിലേക്ക്, UDF-ന്റെ കയ്യിലേക്ക് പാലക്കാടിനെ വെച്ചുകൊടുത്തു. 3,99,274 വോട്ടുകൾ VK ശ്രീകണ്ഠൻ നേടി. BJP സ്ഥാനാർത്ഥി C കൃഷ്ണകുമാർ 1,87,729 വോട്ട്. MP രാജേഷ് അദ്ദേഹം 3,87,637 വോട്ടും അദ്ദേഹം നേടി. 11,000 വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ അന്ന് VK ശ്രീകണ്ഠൻ അന്ന് 30 വർഷങ്ങൾക്ക് ശേഷം ആ മണ്ഡലം UDF-ന് സമ്മാനിച്ചു. പക്ഷേ 2019-ലെ സ്ഥിതിയല്ല പിന്നീട് 2021-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടത്. 2021-ലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് പാലക്കാട് പാർലമെന്റ് മണ്ഡലത്തിലെ നിയമസഭാ മണ്ഡലങ്ങൾ എങ്ങനെ പ്രതികരിച്ചു എന്നുള്ളതും നമുക്കിപ്പോൾ ഗ്രാഫിക്സ് സഹായത്തോടു കൂടി തന്നെ കാണാം. എങ്ങനെയാണ് ആ മണ്ഡലങ്ങൾ എന്നുള്ളത് നോക്കൂ. കേവലം 2 മണ്ഡലങ്ങൾ മാത്രമാണ് നീല കളറിൽ കാണുന്നത്. ബാക്കി എല്ലാ മണ്ഡലവും ചുവന്നു നിൽക്കുന്നതായി തന്നെ നമുക്ക് കാണാം. പൊതുവെ ഇടതുപക്ഷത്തോട് വലിയ അനുഭാവം പുലർത്തുന്ന പട്ടാമ്പി, ഷൊർണൂർ, ഒറ്റപ്പാലം, കോങ്ങാട്, മലമ്പുഴ നിയമസഭാ മണ്ഡലങ്ങൾ LDF-നൊപ്പവും, മണ്ണാർക്കാട് ലീഗിൻ്റെ സീറ്റും, അതുപോലെ തന്നെ പാലക്കാട്
ഷാഫിയുടെ മണ്ഡലവും ഷാഫി പറമ്പിലിന്റെ മണ്ഡലവും മാത്രമാണ്. ഈ രണ്ട് മണ്ഡലങ്ങൾ മാത്രമാണ് UDF ഒപ്പം നിന്നത്. മാത്രമല്ല വോട്ട് വിഹിതത്തിൽ ഏത് തരത്തിലാണ് എന്നുള്ളത്, വോട്ട് വിഹിതം UDF സംബന്ധിച്ചിടത്തോളം വലിയ ആശങ്കയുണ്ടാക്കുന്ന ഒരു കണക്കാണ് വരാൻ പോകുന്നത്. വലിയ വോട്ട് ചോർച്ച കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായി എന്ന് വ്യക്തമാക്കുന്ന ഒരു കണക്ക് നമുക്കിപ്പോൾ കാണാം. നോക്കൂ, LDF 44.18% വോട്ട് നേടിയപ്പോൾ UDF വോട്ടിൽ വലിയ വിള്ളൽ വന്നിരിക്കുന്നു. 2021 2019 സ്ഥിതിയല്ല, 2021 എന്ന് ഓർക്കുക. 33.73%. അപ്പോഴും NDA അവരുടെ 20% വോട്ട് അതേപടി നിലനിർത്തുന്നതും കാണാം. എന്തായാലും വാശിയേറിയ പോരാട്ടമാണ് ഇത്തവണ. പാലക്കാട് നമുക്കറിയാം വലിയ ചൂടിലേക്ക് പോകുന്ന ഒരു സമയമാണ്. മാർച്ച്, ഏപ്രിൽ, മെയ് മാസം എന്ന് പറയുന്നത് തടുക്കാൻ പറ്റാത്ത, വലിയ തണുപ്പില്ലാത്ത, വലിയ ചൂടുള്ള സമയമാണ്. അതിനേക്കാൾ വലിയ തെരഞ്ഞെടുപ്പ് ചൂടാണ്. വലിയ തെരഞ്ഞെടുപ്പ് പോരാട്ടം നടക്കുകയാണ്. VK ശ്രീകണ്ഠൻ വീണ്ടും മണ്ഡലം നിലനിർത്തുമോ? അതെല്ലാം LDF അതിങ്ങ് തിരിച്ചു പിടിക്കുമോ? എന്തായാലും ഒരു വലിയ പോരാട്ടമാണ് പാലക്കാടിന്റെ മണ്ണിൽ നടക്കാൻ പോകുന്നത്.